സുധാകരനെ ബന്ധപ്പെടാൻ ബിജെപിയുടെ കേന്ദ്ര നേതാക്കളിൽ ചിലർ ശ്രമിക്കുന്നതായ സൂചനയും ലഭിക്കുന്നുണ്ട്. ബാലഗോപാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകും. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ ഗുഡ് മോർണിംഗ് ഇവർക്കൊക്കെ എത്രത്തോളം ഗുഡ് മോർണിംഗ് ആണെന്ന് നമുക്കറിയില്ല. ബിജെപിയിലേക്ക് പോകാനുള്ള സാധ്യത കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? ഈ കേന്ദ്ര നേതാക്കൾ പലരും ബന്ധപ്പെടാൻ ശ്രമിച്ചതായി സൂചനയുണ്ട്. ഒപ്പം അതിശക്തമായ ഒരു പ്രതികരണവും കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് വന്നേക്കാം. ബിജെപിയിലേക്ക് കെ സുധാകരൻ പോകുമോ പോകില്ല എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ സ്വാഭാവികമായും കോൺഗ്രസിനുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും മുതലെടുക്കുവാൻ ബിജെപി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാകാം കെ സുധാകരനുമായി ആശയവിനിമയം നടത്താൻ ഇപ്പോൾ ബിജെപിയുടെ കേന്ദ്ര നേതാക്കളിൽ ചിലർ ശ്രമിച്ചിരിക്കുന്നത്. ഇത് കർണാടകത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളാണ് ഈ കെ സുധാകരനുമായി നിലവിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ കെ സുധാകരൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കോ തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യവും നമുക്ക് വ്യക്തമല്ല. കെ സുധാകരൻ നിലവിൽ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ നർമ്മദയിലെ 301 നമ്പർ ഫ്ളാറ്റിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണ്. കാരണം ഈ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നത് മാത്രമല്ല, ഈ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ തന്നോട് കൂടിയാലോചന നടത്തിയില്ല എന്നുള്ളൊരു വികാരം കൂടി കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ സാഹചര്യത്തിൽ സുധാകരന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുധാകരനെ ഈ പട്ടിക വരുന്നതിന് വരെ പട്ടിക വന്നതിന് ശേഷമായിരിക്കും സുധാകരന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പ്രതികരണം ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ആകണമെന്നില്ല. ചിലപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പിലൂടെ പ്രതികരണം, ഈ ആദ്യ പ്രതികരണം പരിമിതപ്പെടുത്താനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. സുധാകരനെ അനുനയിപ്പിക്കുന്നതിനുള്ള നീക്കം ചിലപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ മണിക്കൂറുകളിൽ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ അനുനയ നീക്കങ്ങൾക്കൊക്കെ സുധാകരൻ വഴങ്ങുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുധാകരനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ട് AP അനിൽകുമാറും ഷാഫി പറമ്പിലും ഈ സുധാകരനോട് പറഞ്ഞത് ഈ പട്ടിക വരുന്നത് വരെ കാത്തിരിക്കണം. ആ പട്ടിക വരുമ്പോൾ സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പട്ടിക വരും, അതുവരെ പ്രതികരണം നടത്തരുതെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുധാകരൻ തന്റെ പ്രതികരണം ഇന്നലെ നടത്താതിരുന്നത്. ഇന്ന് പട്ടിക വരുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കുന്നത്. ഏതായാലും ഈ ടിഒ മോഹന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ അതിൽ മറിച്ചൊരു തീരുമാനം സുധാകരനും പ്രതീക്ഷിക്കുന്നില്ല. സുധാകരൻ പക്ഷേ കടുത്ത അതൃപ്തിയിലാണ്. ആ അതൃപ്തി ഏത് തരത്തിൽ ഇനി പുറത്തേക്ക് വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ഈ കോൺഗ്രസിന്റെ പ്രതിസന്ധി മുതലെടുക്കുന്നതിന് ബിജെപിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമവും ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. സുധാകരൻ ബിജെപിയുമായി ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഈ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ സുധാകരനെ ബന്ധപ്പെടുവാൻ ബിജെപിയുടെ ചില കേന്ദ്ര നേതാക്കൾ ശ്രമം നടത്തിയെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. ശരി, ബി ബാലഗോപാലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.